ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളി അവിടെ ഇരിക്കുന്നുണ്ട്. അതേ ആ ലോറിയിലെ രണ്ട് തൊഴിലാളികൾ അവിടെ ഇരിക്കുന്ന ഡ്രൈവർ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് യാദൃശ്യം പെട്ടെന്ന് അത് പൊട്ടി വീഴുന്നത്. മൊത്തത്തിൽ 5 പേര്. 2 ആൾ ഓടി രക്ഷപ്പെട്ടതാണ്. 3 മരണപ്പെട്ട്, 2 ആള് ഗുരുതരാണ്. ഇതിന്റെ പുറത്ത് സാധാരണ ഇരിക്കുന്നതാണ്. കൂടുതൽ തൊഴിലാളികൾ ഉണ്ടാവും. ഇന്നിപ്പോ ചില്ലറ ആളുകൾ നാടോടികൾ വന്നാൽ അത്യാവശ്യം പേപ്പർ വിരിച്ചിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് വല്യങ്ങാടിയിലാണ്. പ്രേക്ഷകർക്കറിയാം, കോഴിക്കോട് വല്യങ്ങാടിയിൽ ഒരു വലിയ അപകടം ഉണ്ടായിരിക്കുകയാണ്. വല്യങ്ങാടിയിലെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു കെട്ടിടം തകർന്നു വീഴുകയും ആ കെട്ടിടം തകർന്നു വീണത് കാരണം 3 തൊഴിലാളികൾ അതിനിടയിൽപ്പെട്ട് ദാരുണമായി മരണപ്പെടുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് ഇവിടെയുള്ള ഒരു ചുമട്ട് തൊഴിലാളിയാണ്. ചേട്ട പേര് ലത്തീഫ്. ഇക്കയും ഇവിടെ ചോട്ടിൽ വന്നിരിക്കാറുള്ള ആളാണ്. അതെ, നമ്മള് ടാൻപാടാണ്, യൂണിയൻ ടാൻ ഓഫീസ് ഇവിടെ ഉണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ നമ്മൾ ഉണ്ടാവുക. നമ്മള് വൈകുന്നേരം 6 മണി വരെ എന്തായാലും ഇവിടെ ഉണ്ടാവും. ഇതിപ്പോ ഇന്ന് എന്താ സംഭവിച്ചത്? ഇന്നിപ്പോ സംഭവിച്ച തൊഴിലാളികൾ ആ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളി അവിടെ ഇരിക്കുന്നുണ്ട്. അതേ ആ ലോറിയിലെ 2 തൊഴിലാളികൾ അവിടെ ഇരിക്കുന്ന ഡ്രൈവർ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് യാദൃശ്യം പെട്ടെന്ന് അത് പൊട്ടി വീഴുന്നത്. പക്ഷെ ഒരു രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. എത്ര പേരുണ്ടായിരുന്നു? മൊത്തത്തിൽ 5 പേര്. 2 ആൾ ഓടി രക്ഷപ്പെട്ടതാണ്. 5 ആള്. ഒരാൾ 3 മരണപ്പെട്ട്, 2 ആള് ഗുരുതരാണ്. 2 ആൾ മരണപ്പെട്ട ആളൊന്ന് ലോറി ഡ്രൈവർ ബഷീർ എന്ന് പറയുന്ന ഒരാളാണ്. പിന്നെ അതിലെ ചുമടെ ഇരിക്കുന്ന ഒരു തൊഴിലാളി അഷ്റഫ് എന്ന് പറഞ്ഞ തൊഴിലാളി. പിന്നെ ആ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു തൊഴിലാളി ജബ്ബാർ എന്ന് പറഞ്ഞ ഒരു തൊഴിലാളി. ഇത് ഇത്രയധികം പഴക്കമുള്ള ഒരു കെട്ടിടം, അതിനകത്ത് ഇങ്ങനെ തൊഴിലാളികൾ ഇരിക്കാൻ തുടങ്ങുന്ന സുരക്ഷ, യാതൊരു സുരക്ഷയും അല്ല. തൊഴിലാളികൾ അതിന്റെ അകത്തല്ല, അതിന്റെ പുറത്ത് സാധാരണ ഇരിക്കുന്നതാണ്. കൂടുതൽ തൊഴിലാളികൾ ഉണ്ടാവും. ഇന്നിപ്പോ ചില്ലറ ആളുകൾ ഇപ്പൊ ലോറി ഇറക്കുന്ന അവസ്ഥ എന്നുണ്ടെങ്കിൽ ഒരുപാട് തൊഴിലാളികൾ ഉണ്ടാവും. അവർ ശ്രദ്ധിക്കുന്നില്ല. നമ്മളിപ്പോ തണലുള്ള ഒരു ഭാഗത്ത് നമ്മൾ ചായ കുടിച്ച് സൊക്കറ്റൊക്കെ വരയ്ക്കുന്ന റെസ്റ്റ് എടുക്കുന്ന ഒരു ഭാഗമാണ്. പണി കഴിഞ്ഞാൽ നമ്മൾ കാറ്റുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പൊ ആ ലെവലിലാണ് ഇരിക്കുന്നതാണ്. അപ്പൊ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട തൊഴിലാളിയാണ്. അപ്പൊ എന്നാലും അവിടെ ഇരിക്കുന്ന സ്വാഭാവികമാണ്. അതിൽ ഇതൊന്നുമില്ല. പക്ഷെ ഇത് യാദർശികമായിട്ട് സംഭവിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. യാദർശികമായിട്ട് വെക്കുന്ന ഒരുപാട് ആളുകൾ രക്ഷപ്പെട്ടതാണ്. നാള് കുറവതിനെ കൊണ്ട് നോമ്പായതിനെ കൊണ്ട് പ്രത്യേകിച്ച് പണി കുറവാണ്, ലോഡിങ് കുറവാണ്, ലോറി കുറവാണ്. അതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ ഇതിലും അപകടം വളരെ ഗുരുതരായിരിക്കും. 5 പേരിൽ ഒതുങ്ങി. അതിൽ 3 പേരിൽ മരണപ്പെട്ടു. മാത്രമല്ല നാടോടികൾ വന്ന് കിടക്കുന്ന സ്ഥലമാണ്. നാടോടികൾ വന്നാൽ അത്യാവശ്യം പേപ്പർ വിരിച്ചിട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ്. പക്ഷെ ഇന്ന് എന്താ അറിയില്ല, നാടോടികൾ ആരുണ്ടായില്ല. കേവലം 4-5 തൊഴിലാളികൾ ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ടാവും, ഒരുപാട് വണ്ടി ഉണ്ടാവും. ഇവിടെ ഈ മേഖലയിൽ വർക്ക് എടുക്കുന്ന ഒരുപാട് ആളുകൾ വിശ്രമിക്കുന്ന സ്ഥലമാണ് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഇത് സമീപത്ത് തന്നെയുള്ള ഗാമ എന്റർപ്രൈസസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു ഗോഡൌൺ ആണിത്. അപ്പൊ അതിന്റെ പുറത്ത് ഇത്തരത്തിൽ തൊഴിലാളികളെല്ലാം ഉച്ച സമയത്തും മറ്റും വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അതാണ് ഇപ്പൊ ഇടിഞ്ഞു വീണിരിക്കുന്നത്. അതിനിടയിൽപ്പെട്ട് 3 പേർ വളരെ ദാരുണമായി മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് ദൃശ്യത്തിൽ കാണാം, ഏകദേശം 3 സ്കൂട്ടറുകളോളം ഇപ്പോഴും ഇതിനകത്ത് കെട്ടിരിക്കുകയാണ്. 5 പേരായിരുന്നു അതിന്റെ ഷൂട്ടിലുണ്ടായിരുന്നത്. അതിൽ 2 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ 3 പേർക്ക് അതിനകത്ത് ഓടി രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. ഇനി ആ ഓടി രക്ഷപ്പെട്ട ആളുകളുടെ തന്നെ പരിക്കേറ്റവർ ആശുപത്രിയിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥാപനമാണ് ഇത്. ഇത്രയധികം പഴക്കമുള്ള ഒരു സ്ഥാപനം എന്തുകൊണ്ടാണ് പുതുക്കി പണിയാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പൊളിച്ചു നീക്കാത്തത് എന്നുള്ളൊരു ചോദ്യം ഇവിടെ പലരും ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം വളരെ പ്രസക്തവുമാണ്. കാരണം ഇവിടെ തൊട്ടടുത്തുള്ള നമുക്ക് ദൃശ്യത്തിൽ കാണാം, ഈ തകർന്നു വീണിരിക്കുന്ന കെട്ടിടത്തിൽ തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു പുതിയ കട, അതിന് ലൈസൻസ് എന്ത് അടിസ്ഥാനത്തിലാണ് കൊടുത്തെന്നുള്ള ചോദ്യങ്ങളടക്കം ഇവിടെ വരുന്നുണ്ട്. എന്തൊക്കെയായാലും 3 പേരുടെ മരണം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം കോഴിക്കോട് എന്നതാണ് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ളത്.